പ്രിൻസ് MP വിളിച്ചു പറയുന്നു, MP മിനിസ്റ്റർ വിളിച്ചു പറയുന്നു, അങ്ങനെ ഞാൻ ഷൈൻ ചെയ്യുന്നു. മൊത്തത്തിൽ ശുക്രദശ. എവിടെ പ്രിൻസേ? പ്രിൻസേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം. ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു. ആണോ? ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം, വല്ലാതെ വിശക്കുന്നു. ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഹലോ, സ്വന്തം സുഹൃത്തിനാണ് അടി ഒന്നിനൊരു പരിഹാരമല്ല. ഞാൻ കള്ള മരുന്ന് കുടിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട, എന്നെ അടിക്കാനില്ലേ? അടിക്കാനില്ലേ? എന്താ എല്ലാത്തിനും കാരണം ഈ തെണ്ടി നാരയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതിയാ തട്ടിക്കൊണ്ടുവന്ന്. ഒന്നും മനഃപൂർവ്വമല്ല. ചെല്ലേ, കുട്ടി പോയി ഇവന്റെ കൂടെ താമസിക്കേ. വിളിച്ചോട്ട് പോരാളെ. വിധിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാം. ഇതെങ്ങനെ മറക്കും? ഈ ചെറ്റ് തരമൊക്കെ കാണിച്ച് ഇവന്റെ ഒരു കോംപ്ലിമെന്റ്. കൊച്ചു അതേ സമയം കളാതെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോ. നമുക്ക് പത്രത്തിൽ ഒരു തിരുത്തു കൊടുത്താലോ? പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. നിങ്ങളല്ല, ഇവൻ, ഈ മരങ്കോടൻ. 2 ആഴ്ച മുമ്പ് നിശ്ചയിച്ചുറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു. അറിയോ? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചീത്തയായി. ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയത്. അവർ തന്നെ ഇറക്കി വിട്ടു. പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് ഇതൊക്കെ തിരിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. തമിഴ്നാട് കാഡറിലുള്ള ഒരു IPS ഓഫീസർ എന്റെ ഡാഡി. ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത്. അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ജീവിതം മുഴുവനും. പ്രിൻസേ, എവിടെ പോയാ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്? അയ്യേ, ഇത് നാട്ടുകാർ കാണും. ഇങ്ങനെ കിടന്ന് തുള്ളി ഇതൊക്കെ ഇടിഞ്ഞു വീഴും. വീണോട്ടെ. താമസിക്കാൻ ഒരു സ്ഥലം തന്നു കരുതി എന്ത് പോക്കത്തരവും കാണിക്കരുത് കേട്ടോ. ഇടോ, തന്നോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. ഡാഡി വരുന്നവരെ താമസിക്കാൻ 15 ദിവസം. അത് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നതിനാ? വാശി പിടിക്കല്ലേ, നല്ല കുട്ടിയല്ലേ. ഇവിടെ അടുത്തൊരു വിമൻസ് ഹോസ്റ്റലുണ്ട്. 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നോ, ഡാഡി വരുമ്പോ എനിക്ക് നിങ്ങളെ കയ്യോടെ കാണിച്ചു കൊടുക്കണം. എന്തിനെന്നോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചൂണ്ടിക്കാണിക്കാൻ. അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയാൻ. താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അതിന് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ശരി, സമ്മതിച്ചു. അങ്ങനെ നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഡാഡി വന്നിട്ടല്ലേ അതിനൊരു തീരുമാനമാവൂ. അഞ്ജു, ഞാൻ പറയുന്നേക്കെ, ഹോസ്റ്റലിലാവുമ്പോ അഞ്ജുവിന്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നല്ല ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ താമസിക്കാം. ഇത്രയും ഞാൻ മര്യാദയ്ക്ക് പറയുന്നു. ഇനി മര്യാദ അല്ലാത്ത ഭാഷ വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറയാം. എന്തായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. കൊന്നുകളെ ഞാൻ, കേട്ടോ? വരുമ്പോ ഇവളെന്റെ ഒരു ബന്ധുവായിട്ട് വരും. എന്റെ അച്ഛന്റെ പെങ്ങളുടെ ഇളയമ്മയുടെ ഓണ. പേര് അഞ്ജു. പഴയ കൂട്ടുകുടുംബാ. ഇവിടെ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വന്നതാ. ഒരു 14 ദിവസത്തേക്ക് സിസ്റ്റർ ഇവളെ ഇവിടെ താമസിപ്പിക്കണം. വീട്ടിൽ ആവട്ടേക്കാ. ഇതൊരു 5000 രൂപയുണ്ട്. ഇവളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല, ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞു വിടും. നോ കോംപ്രമൈസ്. പിന്നെ ഭരതമ്മേനോന്റെ മകൻ ആദ്യമായി വന്ന ഒരു കാര്യം പറയുമ്പോ റെസിപ്റ്റ് കൊണ്ടുവരാം. നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അത്രയ്ക്ക് മുഖശ്രീയുണ്ടല്ലോ. ദയവേദി എന്നെ അവരുടെ മുന്നിലിട്ട് നാറ്റിക്കരുത്. 14 ദിവസവും ഞാൻ വന്ന് കണ്ടോളാം. ഡാഡി വരുമ്പോ കാല് വീണ് മാപ്പ് പറഞ്ഞോളാം, പ്ലീസ്. താങ്ക് യു. ശരി. ഞാൻ അയാളുടെ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്താ മാറ്റമുണ്ടോ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പറയാ. പിന്നെ വാഷ് ബേസിനുള്ള മുറി തന്നെ എനിക്ക് വേണം. എനിക്ക് എപ്പോഴാ ഛർദ്ദിക്കാൻ വരാന്ന് പറയാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റുള്ള ഉടനെ ഛർദ്ദിക്കാൻ വരും. പിന്നെ പുളിമാങ്ങിയും മസാല ദോശയാ ഇപ്പോഴത്തെ ഇഷ്ടം.
ദൈവത്തിന്റെ മണവാട്ടിമാരുടെ മുഖത്ത് നോക്കി പ്രിൻസിനെ പോലെ കള്ളം പറയാൻ എനിക്ക് ധൈര്യമില്ല. ഏതാ എന്റെ മുറി? കുട്ടിക്കിവിടെ മുറിയില്ല. ബലാത്സംഗം ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു. യവനെയൊന്നും കുത്തിക്കൊന്നാ പോരാ. വിധിയായി മാനന്തവാടി. ക്ലോറോഫോം കൊടുത്ത് മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ 2 ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു. ಅಂಗಡಿಯಲ್ಲಿ ಯಾರು ಇಲ್ಲವೋ? ಏನು ಬೇಕು? 1 ಕಿಲೋ ಕೋಳಿ ಬೇಕು. ಡೇ ಡೇ 1 ಕಿಲೋ. പുതിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ തെണ്ടിക്ക് ബുദ്ധിയുണ്ട്. 1 കിലോ. ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു? കഴുതന്റെ മറ്റാനോ? നീ എന്തിനാ കയറിയിരിക്കുന്നത്? പുറത്ത് ഭയങ്കര ചൂടായോണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടി. എന്താ കിടിക്കാവുള്ള? പോയടാ പോയി. ആര്? IPS കാരന്റെ മോളെ പുല്ലുപോലെ ഞാൻ പറഞ്ഞയച്ചു. ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി. നീ തന്നെ ഇത് എന്നോട് പറയണം. എടാ, കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീയും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് മറക്കരുത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരേ ട്രെയിനിന്റെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ സോൾവ് ചെയ്തു. എന്ത് എടാ, അവള് വീണ്ടും വന്നു. നിന്റെ മണ്ടത്തരം കൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും.